യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അജയ്, ചന്ദ്രേട്ടാ എവിടെയാ? ഞാൻ വീട്ടിലെത്തിയടാ. ഞാൻ നിന്നെ എത്ര നേരം അങ്ങോട്ട് വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ലായിരുന്നു. ഞാനും വിളിച്ചു, കിട്ടുന്നില്ല. ഏട്ടാ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അമ്മയുടെ കത്ത് കണ്ടു. വിശ്വട്ടിനെ വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല. ചന്ദ്രൻ ഒരു കാര്യം ചെയ്യ്, എത്രയും വേഗം അമ്മയൊന്ന് അന്വേഷിക്കാമോ? ഒരു കാരണവശാലും അമ്മയെ പോകാൻ അനുവദിക്കരുത്. ഏതായാലും അമ്മ ആലപ്പുഴ വിട്ട് അധിക ദൂരം പോകാൻ സാധ്യതയില്ല. ശരിയടാ, ഞാനിത് പുറപ്പെടും. ഓ ശരിയേട്ടാ. ചന്ദ്ര, എങ്ങനെയെങ്കിലും അമ്മയെ മടക്കിക്കൊണ്ടുവരണം. ഈശ്വര, ആപത്തൊന്നും വരുത്തല്ലേ. ചേച്ചി വിഷമിക്കാതെ, അമ്മ തിരിച്ചു വരും, നോക്കിക്കോ. അമ്മ ഇതോടെ പോയി കിടക്കുന്നു. നന്ദിതയാ? അത് പെട്ടെന്ന് എടുക്ക്. ഇനി അമ്മ അവിടോട്ട് ചെന്നോന്നറിയില്ലല്ലോ. നന്ദിതേ, പറ. ചേച്ചി, ചന്ദ്രേട്ടൻ അവിടെ എത്തിയോ? ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. പോയോ? എങ്ങോട്ട്? അത് നന്ദിതേ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ ചേച്ചി? അമ്മ പോയി. പോയോ? എവിടേക്ക്? അല്ല, ചന്ദ്രൻ എന്തിനാ അവിടെ വന്നത്? എന്നെ തിരിച്ചു വിളിക്കാൻ. തിരിച്ചു വിളിക്കാനോ? ആ അതെ ചേച്ചി. എന്ത് ചേച്ചി? പറയാം. ആരെന്ന് നോക്ക്. നന്ദിതേ, ഞാൻ പിന്നെ വിളിക്കാം. ആരോ വന്നു, നോക്കട്ടെ. ചിലപ്പോ അമ്മയെ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. വിവരം എന്തായാലും വിളിച്ചു പറയണേ ചേച്ചി. പറയാം. ആരാ? ഞാൻ ഗോവിന്ദൻകുട്ടി നായർ. അങ്ങ് ബോംബെന്ന് വരുവാ. ഇവിടുത്തെ വിശ്വനാഥ മുതലാളിയുടെ ഒരു ക്ലോസ് ഫ്രണ്ടാ. ഞാൻ അതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ, കണ്ടിട്ടില്ലേ? മുതലാളി ഉണ്ടോ അകത്ത്? ഇല്ലല്ലോ. വിശ്വേട്ടൻ കൊച്ചി വരെ പോയിരിക്കുക. സാരമില്ല, എനിക്ക് അജയഘോഷിനെ കണ്ടാലും മതി. അജയനും എന്റെ ഫ്രണ്ടാ.
അജയേട്ടൻ എനിക്ക് ഒരു തിടുക്കവും ഇല്ല. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. വന്നാട്ടെ. അല്ല അവരെപ്പോഴാ വരുന്നെന്ന്? എപ്പ വേണമെങ്കിലും വന്നോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു തിരക്കുമില്ല. പക്ഷെ അവരെ കാണാതെ പോകാൻ പറ്റൂല, അത്ര അത്യാവശ്യ. അല്ല, നിങ്ങൾ വിഷമിക്കണ്ട. ഞാനിവിടെ ഉള്ളത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ആവില്ല. ഞാനിവിടെ അകത്ത് മുറിയിൽ വിശ്രമിക്കാം. വല്ലാത്തൊരു യാത്രാക്ഷീണം. ഈ വിശ്വനാഥ മുതലാളിയുടെ വീടാകുമ്പോ അത് എന്റെയും കൂടെ വീടാണല്ലോ. ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്. അല്ല ഒന്ന് നിന്നേ. എന്താ? ഓ, ചായയോ കാപ്പിയോ വല്ലതും വേണമെന്നറിയാനാണോ? ചായയും കാപ്പിയോ ഒന്നും ഞാൻ കുടിക്കാറില്ല. ഒള്ളി ജ്യൂസ്, അതും മാംഗോ ജ്യൂസ്. ബോംബെയിലെ എന്റെ ശീലം അതാണ്. ഫ്രിഡ്ജില് മാങ്ങ ഉണ്ടെന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങണം. അജയനെ വിളിച്ച് പറഞ്ഞാൽ മതി. ചിലപ്പോ കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടാവും. അല്ല എന്നാലും ഒരു അത്ഭുത മനുഷ്യൻ തന്നെ. മാംഗോ ജ്യൂസേ കുടിക്കോളൂന്ന്. നീ ഇതെന്ത് ഭാവിച്ചാടി? ആരാ എന്താന്ന് വ്യക്തമായിട്ട് അറിയാതെ? അയാള് പറഞ്ഞല്ലോ ഇത് നായരാണെന്ന്. ഏതോ ഒരു നായരല്ല, ഗോവിന്ദൻകുട്ടി നായർ. PK ഗോവിന്ദൻകുട്ടി നായർ. പിന്നെ ജ്യൂസ് എടുക്കുമ്പോ ഐസ് ഇടണ്ട. തൊണ്ടയില് വല്ലാത്തൊരു കിച്ച് കിച്ച്. അത് പറയാനാ ഇങ്ങോട്ട് വന്നത്. അല്ല, നിങ്ങൾ ഇതുവരെ ബോംബെയിൽ വന്നിട്ടില്ലല്ലോ? വരണം, ഒരു ദിവസം വരണം. ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. വിശ്വനാഥ മുതലാളിയെയും ചന്ദ്രദാസിനെയും അജയ് ഘോഷിനെയും എല്ലാവരെയും നമുക്ക് കൂട്ടാം. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഈ ചന്ദ്രദാസിന്റെ ഭാര്യ ഒരു നന്ദിത ഉണ്ടായിരുന്നല്ലോ, അവരെവിടെ കണ്ടില്ലല്ലോ? അപ്പോ ഞങ്ങളെയൊക്കെ അറിയോ? പിന്നെ അറിയോന്നോ? നല്ല കൊലക്കനായിട്ട് അറിയാം. ഇവിടത്തെ മുഴുവൻ കഥകളും അരിച്ച് കലക്കി കുടിച്ചു വെച്ചിരിക്കല്ലേ. എല്ലാം സാവകാശം പറയാം. ഒരുപാട് സമയമുണ്ടല്ലോ. ജ്യൂസിൽ മധുരമാവാം. എന്തെങ്കിലും വിവരം കിട്ടിയോടാ? ഇല്ലേട്ടാ, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എല്ലാം അരിച്ചു പെറുക്കി. അമ്മയോടൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? ഒരു പിടിയില്ല. തൊട്ടതിനും പിടിച്ചതിനൊക്കെ അമ്മ ഇങ്ങനെ വാശി കാണിക്കാൻ പോയാ നമ്മൾ എന്ത് ചെയ്യും ഏട്ടാ? ഏട്ടനെ അറിയിച്ചോ? ഓ, വിളിച്ചിട്ട് കിട്ടണ്ടേ? അതങ്ങനെ ഒരാള്. എവിടെയെങ്കിലും പോകുമ്പോ ഈ ഏട്ടനൊന്ന് പറഞ്ഞിട്ട് പോക്കൂടെ? സത്യം പറഞ്ഞ ചന്ദ്രേട്ടാ, നമ്മുടെ വീടിന് താളം ഇപ്പൊ പഴയതിനേക്കാ കഷ്ടമാണ്. പറഞ്ഞു. അജയേട്ടനെ കാണാൻ ബോംബെന്ന് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ഒരു ഗോവിന്ദൻകുട്ടി നായർ. അയ്യോ, എന്താ അജയേട്ടാ? ഇല്ല, ഒന്നുമില്ല. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ആരാ വിളിച്ചത്? ചേർത്തല കമ്പനിന്നാ. അതിനെന്തിനാ നീ നിലവിളിച്ച്? നിലവിളിച്ചോ? എന്താടാ പ്രശ്നം? ഓ, എന്ത് പ്രശ്നം? തൊഴിൽ തർക്കം. അല്ല, എന്തുവാ ഒരു കമ്പനി. ഏട്ടനൊരു കാര്യം ചെയ്യ്, നമ്മുടെ പഴയ വീട് അമ്പലത്തിന്റെ ഭാഗത്തേക്ക് ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കേ. അമ്മ സ്ഥിരമായിട്ട് അവിടെ പോകാറുള്ളതാണല്ലോ. എന്നാ അന്വേഷിക്കാൻ മറക്കല്ലേ. ജ്യൂസ് എടുക്കാൻ പോയ മൈഥിലിയെ കാണുന്നില്ലല്ലോ. ഇനി മാങ്ങ മേടിക്കാനായിട്ട് മാർക്കറ്റിലാനും പോയതാണോ? വരട്ടെ, സമയമുണ്ടല്ലോ.